മലയാളം ചാനൽ യുദ്ധത്തിൽ ഈ 2 ദിവസമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ടി വി പ്രസാദിന് ജോലിയില്ല. ടി വി പ്രസാദ് ലീവാണ്. അവൻ്റെ ഭാര്യയായിട്ട് അവിടെ തിരുവനന്തപുരത്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. ഓന് കുറച്ച് റെസ്റ്റ് കിട്ടി. അതായത് ലോക്കൽ ചാനൽ ഉള്ള ആൾക്കാർക്കെല്ലാം റെസ്റ്റ് കിട്ടി. ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചാനലിൻ്റെ ഏരിയകളിൽ പ്രവർത്തിക്കുന്നവർക്ക് റെസ്റ്റ് കിട്ടി. ഇപ്പം ഈ പറയുന്ന നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടി വി പ്രസാദ് എന്ന് പറയുന്ന ചാനൽ റിപ്പോർട്ടർ, ഈ റിപ്പോർട്ടർ ചാനലിൽ 2 ദിവസമായിട്ടില്ല. ഇല്ലാത്തതിൻ്റെ കാരണം അയാൾ ആ ചാനൽ വിട്ടു പോയതുകൊണ്ടല്ല, അയാൾക്ക് ഹാപ്പിയാണ്. അന്നെങ്കിലും ഒരു ലീവ് കിട്ടുമല്ലോ എന്നില്ലേ. എൻ്റെ റിപ്പോർട്ടർ ചാനൽ ഞാൻ ഇത് മിനിയാന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. എനിക്കൊന്ന് ഞാനാണ് ഏറ്റവും ആദ്യം ഈ സാധനം പറഞ്ഞത്. പക്ഷെ അത് റീച്ച് ആവാത്തതിൻ്റെ എൻ്റെ തകരാറല്ല. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം അഭ്യാസങ്ങളാണ് ഈ ചെയ്യുന്നത്? ഇതിനെല്ലാം ആരാ നിങ്ങളോട് ക്ഷമിക്കുക? ഇത് ഈ കാണുന്ന ദുബായിലുള്ള, അല്ലെങ്കിൽ ഈ ബഹ്റൈനിലുള്ള, കുവൈറ്റിലുള്ള, ഒമാനിലുള്ള ആൾക്കാരൊക്കെ ആ മനുഷ്യന്മാർ അവരെ വീട്ടുകാരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? മഹാ അബദ്ധം. റിപ്പോർട്ടർ ചാനൽ മലയാളം